ഹലോ എവറി വൺ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. എല്ലാവരും ചോദിച്ചു കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സാറാ USS എക്സാം ഒക്കെ എഴുതി, പക്ഷേ റിസൾട്ട് എന്നാ വരിക? നമ്മളും ഭയങ്കര ക്യൂരിയസ് ആണ് അല്ലേ? കാരണം നമ്മൾ എഴുതിയ ഒരു എക്സാമിന് നമ്മൾ ഒരു പക്ഷേ മാസങ്ങളായി എടുത്തൊരു എഫേർട്ടിന്റെ റിസൾട്ടിനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള സംഗതിയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞപ്പോൾ നമ്മൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നാണ് നിങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തത്? നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ എക്സാം വേണമെങ്കിൽ തന്നെ നമ്മൾ USS ചാനലിൽ അതിന്റെ ആൻസർ കീ ഡിസ്കഷനും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്കഷനുകൾ നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യങ്ങളെ പോലെ അത്ര തെറ്റുകളുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല അല്ലെ? സോഷ്യൽ സയൻസിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ബാക്കിയുള്ളതൊന്നും അധികം തെറ്റുള്ളതായിട്ട് ആരും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഏതായാലും ഈ ഒരു സാധാരണഗതിയിൽ ഒരു 2 ആഴ്ചക്കുള്ളിലാണ് നമ്മളെ പ്രൊവിഷണൽ ആൻസർ കീ വരുന്നുണ്ടാവുക. ആ ആൻസർ കീ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അതിലെന്ത് ചെയ്യുക, ചലഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ആൻസർ കീ ബേസ് ചെയ്തുകൊണ്ട് നമ്മളെ ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. അതും കഴിഞ്ഞിട്ടാണ് അതിന്റെ വാല്യുവേഷനും കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഒരു ആൻസർ കീ വന്നതിന് ശേഷം ഇനി നമുക്ക് എന്നായിരിക്കും എക്സാമിന്റെ റിസൾട്ട് വരുന്നുണ്ടാവുക, നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുമോ കിട്ടൂലേ, നമ്മൾ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സ്റ്റുഡൻസിൽ പെടുമോ ഇല്ലയോ, നമ്മളെ ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് എത്രയായിരിക്കും, ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളാണ്. അതിന്റെ പല ചോദ്യങ്ങളുടെയും ആൻസറുകൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് ഇട്ട ഒരുപാട് വീഡിയോസ് കണ്ടവർക്ക് കറക്റ്റായിട്ട് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. റിസൾട്ട് എന്താ വരിക എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലെ റിസൾട്ടുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ 2 വർഷം മുമ്പ് ഇതേപോലെ ഫെബ്രുവരി 28-നായിരുന്നു 2024 നമ്മളെ USSന്റെ എക്സാം ഉണ്ടായിരുന്നത്. കറക്റ്റ് 2 മാസം കഴിഞ്ഞപ്പോൾ ഏപ്രിൽ 27 എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ റിസൾട്ട് USSന്റെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ 2025 ഫെബ്രുവരി 27-നായിരുന്നു USS എക്സാം ഉണ്ടായിരുന്നത്. 2 മാസവും അല്ലെങ്കിൽ 2.5 മാസം കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇപ്രാവശ്യത്തെ 2026 നമ്മുടെ എക്സാം ഫെബ്രുവരി 26-നായിരുന്നല്ലോ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കഴിഞ്ഞ 2 വർഷത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്രാവശ്യത്തെ റിസൾട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുക നോക്കുകയാണെങ്കിൽ ഈ ഒരു 2026ന്റെ ഒന്നുകിൽ ഏപ്രിൽ അവസാനം, ഏപ്രിൽ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മെയ് ഫസ്റ്റ് വീക്ക്, ഈ ഒരു ആഴ്ചക്കുള്ളിലായിരിക്കും, ദിവസങ്ങളിലായിരിക്കും എക്സാം വരുന്നുണ്ടാവുക എന്നുള്ള എക്സാമിന്റെ റിസൾട്ട് വരുന്നുണ്ടാവുക എന്നാണ് നമുക്ക് ഈ പറഞ്ഞ ഡാറ്റകളൊക്കെ നോക്കുമ്പോൾ ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇനി നമ്മുടെ മുന്നിൽ കുറച്ച് ദിവസങ്ങൾ ബാക്കിയുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഏറ്റവും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. എന്തൊക്കെയാണ് നിങ്ങളുടെ വെക്കേഷൻ പ്ലാനുകൾ? ഇപ്പൊ നമ്മുടെ സ്കൂളിലത്തെ എക്സാം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് വെക്കേഷൻ വരുമല്ലോ. നമ്മുടെ എക്സാമിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക, അതുവേണ്ടി തകർത്ത് എക്സാം എഴുതുക, സ്കൂളിലത്തെ എക്സാം എഴുതുക. അതോടൊപ്പം തന്നെ നമ്മുടെ വെക്കേഷൻ പ്ലാനുകൾ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്നുള്ളത് വീഡിയോക്ക് താഴെ ചെയ്യണം, ഒന്ന് കമന്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു കണക്കുകൾ നോക്കുകയാണെങ്കിൽ എന്നായിരിക്കും നമ്മുടെ എക്സാമിന്റെ റിസൾട്ട് വരാൻ സാധ്യതയുള്ളത് എന്ന് കൂടിയും നിങ്ങളൊരു ഗസ് എന്ത് ചെയ്യുക, ഒരു കറക്റ്റ് ഡേറ്റ് എല്ലാവരും വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. നോക്കട്ടെ ആരുടെ ഡേറ്റ് ആണ് കറക്റ്റ് ആയിട്ട് മാച്ച് ആയത് എന്നുള്ളത് നമുക്ക് റിസൾട്ട് വരുന്ന ദിവസം നമുക്ക് നോക്കാലോ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വെക്കേഷൻ ടൈം എന്ന് പറയുന്നത് 7ാം ക്ലാസ് കഴിഞ്ഞു, നമ്മൾ UP സ്കൂളിൽ കഴിഞ്ഞു, ഇനി നമ്മൾ ഹൈസ്കൂളിലേക്കാണ് മക്കളെ പോണത്. അവിടെ നമ്മൾ ഇപ്പോഴത്തെ ചെറിയ കുട്ടികളായിട്ട് നിൽക്കാൻ പറ്റൂല, നമ്മൾ കുറച്ചും കൂടി മെച്ചുവേർഡ് ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ കാണേണ്ടതുണ്ട്. അവിടെ നമുക്ക് ഇപ്പോൾ തന്നെ നമ്മളെ മാത്സും ബേസിക് സയൻസും പോലെയുള്ള നമുക്ക് ടഫ് എന്ന് വിചാരിക്കുന്ന പല സബ്ജക്റ്റുകളെയും ഏറ്റവും നന്നായിട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ നേരത്തെ തന്നെ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഏർലി സ്റ്റാർട്ട് എന്നുള്ളത് എക്സാം ബൈ ലേണിംഗ് എപ്പോഴും നമ്മൾ പറയുന്ന സംഗതിയാണ്. നമ്മൾ ഫ്യൂച്ചറിൽ ഇതുപോലെ USS പോലെയുള്ള ഒരുപാട് കോമ്പറ്റീഷൻ എക്സാമുകൾ ഫ്യൂച്ചറിൽ എഴുതാൻ നമുക്ക് പോകാനുണ്ട് അല്ലേ? 8ാം ക്ലാസ്സിൽ നമുക്ക് NMMS എഴുതണം, അതുപോലെ ഒളിമ്പ്യാഡ്സുകൾ എഴുതണം, +1 +2 കഴിഞ്ഞാൽ നീറ്റ്, JEE, CUET പോലെയുള്ള ഒരുപാട് എക്സാമുകൾ നമുക്ക് എഴുതണം. അതിലൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പടിയാണ് നമ്മൾ ഇപ്പോൾ എഴുതിയ USS എന്ന് പറയുന്നത്. ആദ്യ സ്റ്റെപ്പാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സെൽഫ് അനാലിസിസ് ആയിരിക്കണം നമ്മൾ നടത്തുന്നത്. നമുക്കിനി കിട്ടി, നമ്മൾ ഏറ്റവും ടോപ്പാണെന്ന് മനസ്സിലായി, നമുക്ക് അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റണം. അതല്ല നമുക്ക് കിട്ടിയില്ല, എവിടെയാണ് നമ്മൾ മിസ്റ്റേക്ക്, അതും നമുക്ക് പഠിക്കാൻ പറ്റേണ്ടതുണ്ട്. ആ രൂപത്തിൽ വേണം നമ്മുടെ ഈ ഒരു റിസൾട്ടിനെ നിങ്ങൾ പോസിറ്റീവായിട്ട് വേണം നിങ്ങൾ സമീപിക്കാൻ. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കോമ്പറ്റീഷൻ എക്സാമുകൾക്കുള്ള പ്രിപ്പറേഷനുകളൊക്കെ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ നമുക്ക് തുടങ്ങുക. ഇപ്പൊ എക്സാം ബൈ ലേണിംഗ് ആൾ നമുക്കറിയാം, ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ അവർക്ക് USS എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആയിട്ട് തോന്നിയിട്ടുള്ളൂ. കാരണം എന്താ, ഇത്തരത്തിലുള്ള എക്സാമുകൾ അവർ ആഴ്ചകളിൽ എന്ത് ചെയ്യാറുണ്ട്, എഴുതാറുണ്ട്. ആ രൂപത്തിൽ എക്സാം ബൈ ലേണിംഗിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പരിചയപ്പെടുക.
തീർച്ചയായിട്ടും നമ്മളെ USS റിസൾട്ട് എന്ന് വരും എന്നുള്ള കാര്യത്തിൽ നിങ്ങളെപ്പോലെ നമ്മളും എന്ത് ചെയ്യാണ്, ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. റിസൾട്ട് എന്തായാലും അടിപൊളിയാവട്ടെ. നിങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് എത്രയായിരിക്കുമെന്ന് എന്ത് ചെയ്യുക, വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് വെക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ എക്സാം വൈ ലേണിംഗ് ചെയ്തു തരേണ്ടത്, നിങ്ങൾക്ക് ചില ഐഡിയാസ് ഒക്കെ പറയാനുണ്ടാകും. അതും വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.